എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് SCERT 9ാം ക്ലാസ്സിലെ ഫിസിക്സ്, അതിൽ 5ാമത്തെ ചാപ്റ്റർ പ്രവൃത്തി, ഊർജം, പവർ. ഇതിൽ നിന്നും കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: വസ്തുക്കൾക്ക് സ്ഥാനാന്തരം ഉണ്ടാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ബലം പ്രയോഗിക്കുമ്പോഴാണ്. വസ്തുക്കൾക്ക് സ്ഥാനാന്തരം ഉണ്ടാകുന്നത് എപ്പോൾ? ബലം പ്രയോഗിക്കുമ്പോൾ. ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചാൽ ബലത്തിന്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? വർക്ക് ഇസ് ഈക്വൽ ടു F ഇൻറ്റു S ആയിരിക്കും. ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി W ഇസ് ഈക്വൽ ടു F ഇൻറ്റു S ആയിരിക്കും. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് NM അഥവാ ന്യൂട്ടൺ മീറ്റർ. പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബലം ഇൻറ്റു സ്ഥാനാന്തരം എന്നുള്ളതാണ്. പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം ബലം ഇൻറ്റു സ്ഥാനാന്തരം. 1000 ജൂൾ എത്ര കിലോ ജൂളിന് സമമാണ്? 1 കിലോ ജൂളിന് സമമാണ്. 1000 ജൂൾ എത്ര കിലോ ജൂളിന് സമമാണ്? 1 കിലോ ജൂളിന് സമമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ജൂൾ നിയമം, ഊർജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ. ജൂൾ നിയമം, ഊർജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ. ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ഒരു ജൂളാണ്. ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ഒരു ജൂളാണ്. ജൂൾ എന്തിൻ്റെയൊക്കെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചാൽ പ്രവൃത്തിയുടെയും ഊർജത്തിന്റെയും യൂണിറ്റ് ആണ് ജൂൾ. ജൂൾ ഏതിൻ്റെയൊക്കെ യൂണിറ്റ് ആണ്? പ്രവൃത്തിയുടെയും ഊർജത്തിന്റെയും യൂണിറ്റ് ആണ് ജൂൾ. ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി W ഇസ് ഈക്വൽ ടു mgh ആണ്. ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി W ഇസ് ഈക്വൽ ടു mgh. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയായിരിക്കും. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ അതിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെയാണ് വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തിയെ നമ്മൾ പോസിറ്റീവ് എന്നാണ് പറയുക. ഇനി തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിൽ തറ പ്രയോഗിച്ച ഘർഷണബലം ചെയ്ത പ്രവൃത്തി എന്താന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിൽ തറ പ്രയോഗിച്ച ഘർഷണബലം ചെയ്ത പ്രവൃത്തി ഏതാന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ് പ്രവൃത്തിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ഊർജം എന്നാണ് പറയുക. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഊർജം. യാന്ത്രികോർജത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഗതികോർജവും സ്ഥിതികോർജവുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. യാന്ത്രികോർജത്തിന് ഉദാഹരണമാണ് ഗതികോർജം, സ്ഥിതികോർജം എന്നിവ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാന്ന് ചോദിച്ചാൽ ഗതികോർജമാണ്. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജമാണ്. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഉയരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സ്ഥിതികോർജം വ്യത്യാസപ്പെടുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണമാണ് തെങ്ങിൽ നിന്നും തേങ്ങ താഴോട്ട് പതിക്കുന്നു, ഉയരത്തിലുള്ള വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു എന്നിവ. ഉയരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സ്ഥിതികോർജം വ്യത്യാസപ്പെടുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണമാണ് തെങ്ങിൽ നിന്ന് തേങ്ങ താഴോട്ട് പതിക്കുന്നതും ഉയരത്തിലുള്ള വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതുമൊക്കെ. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്ഥിതികോർജം കൂടുകയാണ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുകയാണ് ചെയ്യുക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക.
ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജമായിരിക്കും. ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതാന്ന് ചോദിച്ചാൽ അത് സ്ഥിതികോർജമാണ്. ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജം ഗതികോർജമാണ്. ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജം ഗതികോർജമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭിക്കുന്ന ഉദാഹരണമാണ് കുലച്ചുവെച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് തുടങ്ങിയവ. സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാക്കുന്ന ഉദാഹരണമാണ് കുലച്ചുവെച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് എന്നിവ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം എത്ര മടങ്ങ് വർദ്ധിക്കുമെന്ന് ചോദിച്ചാൽ 4 മടങ്ങാണ് വർദ്ധിക്കുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം എത്ര മടങ്ങ് വർദ്ധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഫാനിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു എന്നുള്ളത്. ഫാനിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു എന്നുള്ളത്. വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം വൈദ്യുതോർജം താപോർജമായി മാറുകയാണ് ചെയ്യുക. ഇസ്തിരിപ്പെട്ടിയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം വൈദ്യുതോർജം താപോർജമായി മാറുന്നു. വൈദ്യുത ബൾബിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് വൈദ്യുതോർജം പ്രകാശോർജമായിട്ടും താപോർജമായിട്ടും മാറുന്നുണ്ട്. വൈദ്യുത ബൾബിൽ നടക്കുന്ന ഊർജ പരിവർത്തനം നോക്കുകയാണെങ്കിൽ അത് പ്രകാശോർജവുമായിട്ട് മാറുന്നുണ്ട്, താപോർജമായിട്ടും മാറുന്നുണ്ട് വൈദ്യുതോർജം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം 0ആണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം 0. ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഊർജ സംരക്ഷണ നിയമം എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.